കോട്ടയം നഗരസഭയിൽ യുഡിഎഫിനെ പുറത്താക്കാൻ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ബിജെപി വിട്ടുനിൽക്കും. യുഡിഎഫ് എൽഡിഎഫ് മുന്നണികളെ അധികാരത്തിൽ തുടരാൻ സഹായിക്കേണ്ട കാര്യമില്ല എന്നതാണ് ബിജെപിയുടെ നിലപാട്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ബിജെപി വിട്ടുനിന്നാൽ എന്ത് സംഭവിക്കും? സസ്പെൻസ് ഒന്നുമില്ല ധന്യ. ഇനി അവിശ്വാസ പ്രമേയം പാസ്സാകില്ല. ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് സ്വാഭാവികമായി 22 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. 21 അംഗങ്ങൾ മാത്രമാണ് നിലവിൽ കോൺഗ്രസിലുള്ളത്. അതായത് 22 പേരുണ്ടായിരുന്നതിൽ ഒരാൾ മരിച്ചുപോയി. അതിന് ശേഷമാണ് എൽഡിഎഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരാൾ മരിച്ച സാഹചര്യത്തിൽ അതിന്റെ പേരിൽ കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ അംഗീകരിക്കാൻ കഴിയില്ല നിലവിൽ എന്നാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷമാണ് ഇത്തരം തീരുമാനമെടുക്കുന്നതെന്നും ലിജിൻ പറഞ്ഞു. നേരത്തെ കഴിഞ്ഞ 6 മാസം മുൻപ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ, ഇടതുപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ ബിജെപി പിന്തുണയ്ക്കുകയും അത് ബിജെപി സിപിഎം കൂട്ടുകെട്ട് എന്ന നിലയിൽ വലിയ വാർത്തകൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ അവിശ്വാസം വന്ന സമയം തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയത് ഒരാളുടെ മരണം ആഘോഷമാക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ളതാണ്. അതായത് 22 അംഗങ്ങൾ വീതമുള്ള നഗരസഭയിൽ ഒരാൾ പോയാൽ പോലും അത് വളരെ ആയുധമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അവസരമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഇനി സസ്പെൻസ് ഇല്ല. 22 പേരുടെ ഉള്ള നഗരസഭയിൽ അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന നഗരസഭയിൽ കോറം തികയാതെ ഇന്ന് അവിശ്വാസ പ്രമേയം പിരിയും. എന്തായാലും ഇനി പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണം. അതിനുശേഷം 6 മാസം ശേഷം മാത്രമേ വീണ്ടും അവിശ്വാസം നൽകാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും കോട്ടയം നഗരസഭയിൽ സ്ഥിരമായ ഒരു ഭരണസമിതി ഉണ്ടാകും എന്ന് നമുക്ക് പ്രവചിക്കാനുമാകില്ല. കാരണം ആർക്കും ഭൂരിപക്ഷമില്ല. 22 അംഗങ്ങൾ വീതമാണ് എൽഡിഎഫിനും യുഡിഎഫിനും ഉള്ളത്. ഭരണം പിടിക്കാനുള്ള നീക്കങ്ങൾ എല്ലാ 6 മാസത്തിനിടയിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കഴിഞ്ഞ 3 തവണയും ഇടതുപക്ഷത്തിനൊപ്പം ഭാഗ്യമുണ്ടായിരുന്നില്ല. ആദ്യ തവണ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം 2020 ഉടൻ തന്നെ നടന്ന വോട്ടെടുപ്പിൽ നറുക്കിലൂടെയാണ് യുഡിഎഫ് സ്വതന്ത്ര ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായത്. അതിനുശേഷം 6 മാസം ശേഷം നടന്ന നറുക്കിൽ ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു അംഗം ആശുപത്രിയിലായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും വോട്ടെടുപ്പിൽ അവിശ്വാസ പ്രമേയം ആദ്യം പാസ്സായെങ്കിലും പിന്നീട് ചെയർമാനെ തെരഞ്ഞെടുക്കാൻ നടന്ന വോട്ടെടുപ്പിൽ, ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാൻ നടന്ന വോട്ടെടുപ്പിൽ എൽഡിഎഫ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയാകട്ടെ ഒരു മരണത്തിന്റെ പിന്നാലെ കൊണ്ടുവന്ന അവിശ്വാസമായതുകൊണ്ട് തന്നെ ബിജെപി വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇനി സസ്പെൻസുകളൊന്നുമില്ല. കോട്ടയം നഗരസഭയിൽ യുഡിഎഫ് ഭരണം തുടരും. ധന്യ. പ്രവർത്തനങ്ങളിൽ ശക്തമായ സമരവുമായിട്ട് ബിജെപിയുടെ കൗൺസിലർമാർ ഇനിയും മുന്നോട്ട് പോകും. മുനിസിപ്പാലിറ്റിക്കകത്തും പുറത്തും ശക്തമായ സമരങ്ങൾ ബിജെപി നടത്തും. ഈ പദ്ധതി വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന വീഴ്ചകളൊക്കെ തന്നെ ബിജെപി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സമരങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇടതുപക്ഷം കൊണ്ടുവരുന്ന ഒരു അവിശ്വാസത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ അവരെ സഹായിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ പോകുക എന്നുള്ളത് ബിജെപിക്ക് ധാർമ്മികമായി യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ സമരം എന്ന് പറയുന്നത് ജനങ്ങൾ ബിജെപിയുടെ കൗൺസിലർമാരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരെ വിജയിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമരവുമായിട്ട് വരും ദിവസങ്ങളിലും ബിജെപി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.